ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് SBI ATM കാർഡിൻ്റെ പിൻ നമ്പർ നമുക്ക് യോണോ ആപ്ലിക്കേഷൻ വെച്ചിട്ട് എങ്ങനെ ജനറേറ്റ് ചെയ്തെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ATM കാർഡ് എക്സ്പയർ ആയി കഴിഞ്ഞാൽ നമ്മൾ KYC ഒക്കെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ എക്സ്പയർ ആവുന്നതിന് ഒരു 2 വീക്സ് മുമ്പേ തന്നെ നമുക്ക് ആ ഒരു കാർഡ് അവർ അയച്ചു തരും. ഇൻ കേസ് നമ്മൾ ആ ഒരു കാർഡ് കിട്ടിയില്ല, അല്ലെങ്കിൽ നമുക്ക് അവർ കാർഡ് അയച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപക്ഷെ KYC അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം എന്നാണ് അവർ പറയുന്നത്. ചില കേസിൽ അങ്ങനെ KYC അപ്ഡേറ്റ് ചെയ്തിട്ടും കാർഡ് കിട്ടാത്ത കസ്റ്റമേഴ്സിന് കാർഡ് കിട്ടാതിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും അങ്ങനെ കാർഡ് കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ അങ്ങനെ യോണോ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ് കാർഡിന് അപ്ലൈ ചെയ്തത്. അത് ഞാൻ നേരത്തെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് കാണാം. അങ്ങനെ യോണോ ആപ്ലിക്കേഷൻ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് കാർഡിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് എനിക്കൊരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 7 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം ആ കാർഡ് എൻ്റെ കൈ കിട്ടി. ഇനിയിപ്പോൾ അതിൻ്റെ പിൻ നമ്പർ എങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യോണോ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അത്തരത്തിൽ പിന്നെ ജനറേറ്റ് ചെയ്യാനായിട്ട് യോണോ SBI ബാങ്കിങ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഈ ഒരു ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യേണ്ടത്. യോണോ SBI ലൈറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനുണ്ട്. ഈ രണ്ട് ആപ്ലിക്കേഷനും ഒരേ യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ചാണ് ലോഗിൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യോണോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ യോണോ ലൈറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ യോണോ SBI ബാങ്കിങ് ആൻഡ് ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. എൻ്റെ അടുത്ത് ആപ്ലിക്കേഷൻ കിടപ്പുണ്ട്, യോണോ SBI മൊബൈൽ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കിടപ്പുണ്ട്. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ യോണോ ലൈറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ യോണോ SBI എന്ന് പറഞ്ഞ് ഗൂഗിളിൽ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ ആദ്യം വരുന്ന യോണോ SBI ബാങ്കിങ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഈ ഒരു ആപ്ലിക്കേഷനാണ് ഇവിടെ എടുക്കേണ്ടത്. ഇത് ഇവിടുന്ന് ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യുക, യൂസർ നെയിം പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യുക. ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നു. യൂസർ നെയിമോ പാസ്വേഡൊക്കെ അടിച്ചിട്ട്, അല്ലെങ്കിൽ MPIN സെറ്റ് ചെയ്താൽ MPIN അടിച്ചിട്ട് ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് താഴെ രണ്ടാമത്തെ ഓപ്ഷനിൽ ഇവിടെ കാർഡ് എന്ന് പറഞ്ഞത് ഇതാണ്. ഈ കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഇവിടുന്ന് സെലക്ട് ചെയ്യേണ്ടത്. ഈ കാർഡ് സെലക്ട് ചെയ്യുക. കാർഡിൻ്റെ സെലക്ട് ചെയ്താൽ അടുത്തത് ഈ 3 ഓപ്ഷൻ വരും. ഇവിടെ ആദ്യത്തെ മൈ ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുക. മൈ ഡെബിറ്റ് കാർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ നമ്മുടെ കാർഡ്, നമുക്ക് പുതിയതായിട്ട് കിട്ടിയ കാർഡിൻ്റെ ലാസ്റ്റിലത്തെ 4 അക്കവും നമ്മുടെ എക്സ്പയറി ഡേറ്റും പേരും ഒക്കെ ഇവിടെ വരുന്നതായിരിക്കും. നമ്മുടെ അക്കൗണ്ട് നമ്പറിൻ്റെ ലാസ്റ്റ് അക്കവും ഒക്കെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് താഴെയായിട്ട് ആക്ടിവേറ്റ് കാർഡ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് കിട്ടിയോ എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കും. ഡു യു റിസീവ് ഡെബിറ്റ് കാർഡ്? നമ്മൾ യെസ് കൊടുക്കണം. യെസ് കൊടുത്താൽ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത പേജിൽ നമുക്ക് നമ്മുടെ ആ ഒരു ATM കാർഡിൻ്റെ നമ്പർ അടിക്കാനുള്ള ഓപ്ഷൻ വരും. ആ ATM കാർഡിൻ്റെ നമ്പർ അടിക്കുക. മുകളിൽ കാണാൻ സാധിക്കും നമ്മുടെ അക്കൗണ്ട് നമ്പറിൻ്റെ ലാസ്റ്റിലത്തെ ഒരു 4 അക്കം കാണാൻ സാധിക്കും. അത് നിങ്ങളുടെ അക്കൗണ്ട് ആണെന്നൊന്ന് വെരിഫൈ ചെയ്യുക. നമ്മുടെ യോണോ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് നമ്മുടെ അക്കൗണ്ട് മാത്രമേ വരികയുള്ളൂ. എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. എന്നിട്ട് നമ്മുടെ ആ ഒരു ATM കാർഡിൻ്റെ ഒരു നമ്പർ ഇവിടുന്ന് ടൈപ്പ് ചെയ്യുക. ശേഷം താഴെ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചാൽ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. നമ്മൾ ബാങ്കിൽ കൊടുത്തേക്കുന്ന ഫോൺ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. നമ്മുടെ കൈവശം ആ ഒരു ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ യോണോ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ OTP ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കാർഡ് ആക്ടിവേറ്റ് ആയിട്ട് തന്നെ സക്സസ്ഫുൾ ആയിട്ട് ഇവിടെ കാണിക്കും. ഇവർ കാർഡ് നമ്പറിൻ്റെ ഇതും കാണിച്ചിട്ട് ആക്ടിവേറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കും. ഇങ്ങനെ സക്സസ്ഫുൾ കാണിച്ചു കഴിഞ്ഞ ശേഷം വീണ്ടും താഴെ ഗോ ടു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ താഴത്തെ ആ ഒരു ഇതിൽ സെലക്ട് ചെയ്യുക. ഏറ്റവും താഴെ കാണാം, അതൊന്ന് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ ആ ഒരു കാർഡിൻ്റെ ആ ഒരു ഇതിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ സെറ്റ് ATM പിൻ എന്ന് പറഞ്ഞ താഴത്തെ ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് സെലക്ട് ചെയ്യണം. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് ATM പിന്നൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജ് നമ്മുടെ പിൻ നമ്പർ അടിക്കാനുള്ള ഓപ്ഷൻ വരും. ഇവിടെ നമ്മുടെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പിൻ നമ്പർ അടിക്കുക. വീണ്ടും കൺഫേം പിൻ നമ്പർ അടിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ ATM കാർഡിൻ്റെ പിൻ നമ്പർ വേണമെങ്കിൽ ഇതിൽ പിൻ നമ്പറായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് സൂക്ഷിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു പിൻ നമ്പർ ജനറേറ്റ് ചെയ്യണമെങ്കിൽ 4 അക്ക പിൻ നമ്പർ അടിക്കാം. ഇവിടെ പിൻ നമ്പർ അടിക്കുക. അത് വീണ്ടും താഴെ ഒന്ന് കൺഫേം ആയിട്ട് വീണ്ടും എൻ്റർ ചെയ്യുക. ശേഷം തെറ്റാതെ തന്നെ അടിക്കണം. താഴെ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ വീണ്ടും നമ്മളുടെ ഫോണിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. നമ്മളുടെ ഫോണിൽ വരുന്ന OTPയോട് ഒന്ന് വെരിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴെ സബ്മിറ്റോടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പിൻ നമ്പർ ജനറേറ്റ് ആവുന്നതായിരിക്കും. എനിക്കിവിടെ OTP വന്നിട്ടുണ്ട്. ഞാനിവിടെ OTP അടിച്ചു. താഴെ സബ്മിറ്റ് കൊടുക്കുന്നു. സബ്മിറ്റ് കൊടുത്താൽ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. യുവർ ATM പിൻ കാർഡ് നമ്പർ ഹാസ് ബീൻ സക്സസ്ഫുള്ളി ജനറേറ്റഡ്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ ഇതുപോലെ ATM പിൻ നമ്പർ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. പിൻ നമ്പർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ATM മെഷീൻ യൂസ് ചെയ്തിട്ടും ചെയ്യാം. പക്ഷേ അത് നമുക്ക് ATMലൊക്കെ ഒരുപാട് തിരക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ഫോൺ ഉപയോഗിച്ച് നമുക്ക് സാവകാശം നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്താൽ ഇത്തരത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഇത്രയേ ഉള്ളൂ. പിൻ നമ്പർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിനകത്ത് താഴെ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് ഓഫ് ന്യൂലി റിസീവ്ഡ് ATM കാർഡ്, അതായത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് പുതിയതായിട്ട് ATM കാർഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം
ATM പിൻ നമ്പർ ജനറേറ്റ് ചെയ്തു, ആക്ടിവേറ്റ് ആയി, കാർഡും ആക്ടിവേറ്റ് ആയി, പിൻ നമ്പർ ജനറേറ്റ് ചെയ്തു. ഇനി ചെയ്യേണ്ടത് ഫസ്റ്റ് ട്രാൻസാക്ഷൻ, അതായത് ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഒരു 100 രൂപ വിഡ്രോ ചെയ്യുക, അല്ലെങ്കിൽ 500 രൂപ വിഡ്രോ ചെയ്യാം. ചില കൗണ്ടറിലൊക്കെ 100 രൂപ കുറവായിരിക്കും. 100 രൂപ കിട്ടിയില്ലെങ്കിൽ 500 അടിച്ച് നോക്കുക. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും ഒരു ഫസ്റ്റ് ട്രാൻസാക്ഷൻ ATM വഴി നടത്തേണ്ടത് 100, 500, 1000 എത്രയും നടത്താം, ഞാൻ പറയുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിനകത്തിൽ ഫസ്റ്റ് ട്രാൻസാക്ഷൻ SBIയുടെ ATM വഴി നടത്തണമെന്നാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ അത് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലെ പിൻ ജനറേറ്റ് ചെയ്യുക, ശേഷം SBIയുടെ ATM കൗണ്ടറിൽ ചെന്നിട്ട് ജസ്റ്റ് ഒരു 100, 500, 1000 എത്രയെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒരു ട്രാൻസാക്ഷൻ നടത്തുക. അതോടുകൂടി കാർഡ് ആക്ടിവേറ്റ് ആകുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് പിന്നെ അല്ലാതുള്ള പിന്നെ നമുക്ക് മറ്റുള്ള ATMസിൽ, അതർ ബാങ്കിൻ്റെ ATMസിൽ നമുക്ക് യൂസ് ചെയ്യാം. ഫസ്റ്റ് ട്രാൻസാക്ഷൻ മാത്രം SBIയുടെ ATM വഴി ചെയ്യുക എന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈസി ആയിട്ട് പിന്നെ ജനറേറ്റ് ചെയ്യാം. പിന്നെ ജനറേറ്റ് ആകുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരുന്നതായിരിക്കും. പിന്നെ ജനറേറ്റ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് മെസ്സേജ് നമ്മുടെ കാർഡിൻ്റെ 4 അക്കമൊക്കെ വെച്ചിട്ട് ഒരു മെസ്സേജും കൂടെ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പിന്നെ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാൻ മറക്കണ്ട. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.